കർണാടകയിൽ നടക്കുന്ന സാമൂഹിക വിദ്യാഭ്യാസ സർവേയിൽ പങ്കെടുക്കില്ലെന്ന് രാജ്യസഭാ എംപി സുധാ മൂർത്തിയും ജീവിത പങ്കാളിയും ഇൻഫോസിസ് സഹസ്ഥാപകനുമായ NR നാരായണ മൂർത്തിയും അറിയിച്ച വാർത്തകൾ 4 ദിവസം മുമ്പാണ് പുറത്തുവന്നത്. ഒരു സാധാരണ വാർത്തയായി ഒതുങ്ങിപ്പോയ ഈ സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന വരേണ്യാധിപത്യത്തിന്റെ നേർചിത്രമാണ്. മൂർത്തി ദമ്പതികളുടെ നിലപാട് തികച്ചും വ്യക്തിപരമാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ നിർവചിച്ചത്. എന്നാൽ അത് നിർദോഷകരമായ നിലപാടാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു എംപിയുടെ നിഷേധം. തങ്ങൾ പിന്നാക്ക വിഭാഗത്തിൽ പെടുന്നവരല്ലെന്നും അതിനാൽ സർവേയിൽ പങ്കെടുത്തതുകൊണ്ട് സർക്കാരിന് പ്രത്യേക പ്രയോജനം ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇവർ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചത്. കർണാടക സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് നടത്തുന്ന സർവേയിൽ വിവരങ്ങൾ നൽകാനാവില്ലെന്നും അതിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ടെന്നുമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതിനവർ പിന്തുണ തേടിയത് സെപ്റ്റംബർ 25-ന് കർണാടക ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമാണ്. സർവേ ഓപ്ഷണൽ ആണെന്നും വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആരെയും നിർബന്ധിക്കരുതെന്നും കോടതി പറഞ്ഞിരുന്നു. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലവും ഹർജിക്കാർ ആരെന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അഖില കർണാടക ബ്രാഹ്മണ മഹാസഭ, അഖില കർണാടക വീരശൈവ ലിംഗായത് മഹാസഭ, രാജ്യ വൊക്കാലിക സംഘ എന്നിവയുൾപ്പെടെ സംഘടിത ജാതി സമൂഹമാണ് പൊതു താൽപര്യ ഹർജികളുമായി കോടതിയിലെത്തിയത്. കേന്ദ്ര സർക്കാരും സർവേയെ കോടതിയിൽ എതിർത്തിരുന്നു. സർവേ തടയണമെന്നായിരുന്നു ആവശ്യമെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ഓരോ സമുദായങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യം ശരിയായ രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന വിവരമാണ് സർവേയിൽ ശേഖരിക്കുന്നതെന്ന് പിന്നാക്ക കമ്മീഷൻ കോടതിയിൽ ബോധിപ്പിച്ചു. സെപ്റ്റംബർ 22-നാണ് സർവേ ആരംഭിച്ചത്. ഏകദേശം 7 കോടി ആളുകളെ ഉൾപ്പെടുത്തിയുള്ള കണക്കെടുപ്പാണിത്. സംസ്ഥാനത്തെ മിക്ക സ്ഥലങ്ങളിലെയും സർവേ ഒക്ടോബർ 12-ന് അവസാനിച്ചു. എന്നാൽ ബംഗളൂരുവിൽ 24-നാണ് സർവേ അവസാനിക്കുക. 1994-ൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയാൻ ലക്ഷ്യമിട്ടുള്ള സാമൂഹിക സർവേ നടത്താൻ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും നിർദ്ദേശിച്ചിരുന്നു. വിവരശേഖരണം തെരഞ്ഞെടുത്ത വിഭാഗങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവേ ഉണ്ടാകണമെന്ന് കോടതി ഊന്നി പറഞ്ഞു. വിധിന്യായത്തിലെ ഖണ്ഡിക 859-ൽ വ്യക്തമാക്കുന്നത് പിന്നാക്ക വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമമോ രീതിയോ ഭരണഘടനയോ നിയമമോ നിർദ്ദേശിക്കുന്നില്ല. കോടതി അത്തരമൊരു നടപടിക്രമമോ രീതിയോ നിർദ്ദേശിക്കുകയെന്നത് അസാധ്യവും അനുചിതവുമാണ്. അക്കാര്യങ്ങൾ തിരിച്ചറിയാൻ നിയോഗിക്കപ്പെട്ട അധികാരികൾക്ക് വിട്ടുകൊടുക്കണം. അതിന് സൗകര്യപ്രദമെന്ന് തോന്നുന്ന രീതിയോ നടപടിക്രമമോ സ്വീകരിക്കാം. സർവേ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നിടത്തോളം അതിൽ ഒരെതിർപ്പും ഉന്നയിക്കാൻ കഴിയില്ല. ഖണ്ഡിക 782-ൽ കോടതി ഇങ്ങനെയും പറഞ്ഞു: തിരിച്ചറിയലിനായി അംഗീകൃതമോ നിർദ്ദിഷ്ടമോ ആയ ഒരു രീതിശാസ്ത്രമില്ല. മുഴുവൻ ജനങ്ങളെയും സർവേ ചെയ്യുക എന്നതാണ് ആത്യന്തിക ആശയം. പരമോന്നത നീതിപീഠത്തിന്റെ ഈ ഉത്തരവ് നിലനിൽക്കെയാണ് സർവേ ഓപ്ഷണൽ ആയിരിക്കണമെന്ന ഹൈക്കോടതിയുടെ വിചിത്ര നിർദ്ദേശമുണ്ടാകുന്നത്. സർവേയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്ന നിയമപരമായ ബാധ്യത നിലവിലില്ലെന്ന് പറഞ്ഞെങ്കിലും ഉത്തരവാദിത്വമുള്ള പൗരന്മാർ വിട്ടുനിൽക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടില്ല. എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളുടെയും പങ്കാളിത്തം ആവശ്യവും അഭികാമ്യവുമാണെന്ന് അടിവരയിട്ടുകൊണ്ടാണ് അന്തിമ തെരഞ്ഞെടുപ്പ് വ്യക്തിഗതമാണെന്ന് പറഞ്ഞത്. ഇതിൽ തൂങ്ങി സർവേ ബഹിഷ്കരിക്കുന്ന മൂർത്തി ദമ്പതികൾ നൽകുന്ന സന്ദേശം അതീവ ഗുരുതരമാണ്. ജാതി സർവേയിൽ പങ്കെടുക്കാൻ തങ്ങൾ പിന്നാക്കക്കാരല്ലെന്ന് തുറന്നു പറയുന്ന ഇതേ നാരായണമൂർത്തിയാണ് രാജ്യം പുരോഗമിക്കാൻ തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പ്രതിദിനം 14 മണിക്കൂറാക്കണമെന്ന് പലയാവർത്തി ഉരുവിട്ടത് എന്നോർക്കണം. സാമൂഹിക പ്രവർത്തനം, വിദ്യാഭ്യാസം എന്നിവയിലെ സംഭാവനകൾക്ക് 2024 മാർച്ചിൽ BJP സർക്കാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ് സുധാമൂർത്തി. 2006-ൽ രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും 2023-ൽ പത്മഭൂഷണും അവർക്ക് ലഭിച്ചു. മനഃപൂർവ്വം യുക്തിസഹീകരണങ്ങളും വിദണ്ഡവാദങ്ങളും ഉയർത്തുന്ന ഇവർ നടത്തുന്നത് നിയമലംഘനമല്ലെങ്കിലും ധാർമ്മിക ലംഘനമാണ്. ഭരണഘടനയോടുള്ള ധാർമ്മികത നിഷേധിക്കലും സാമൂഹിക നീതിയോടുള്ള അവഗണനയുമാണിത്. ഇന്ത്യൻ വരേണ്യവർഗത്തിന്റെ കാപട്യത്തെയും ആഴത്തിൽ വേരൂന്നിയ ജാതീയതയുമാണിത് പ്രകീർത്തിപ്പെടുത്തുന്നത്. ആധുനികതയിലും യുക്തിബോധത്തിലും പൊതിഞ്ഞുകൊണ്ട് ചരിത്രപരമായ അസമത്വങ്ങൾ നിലനിർത്തുന്നതിൽ അടിസ്ഥാനപരമായി പങ്കാളിയാകുകയാണ് ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന ചങ്ങാത്ത മുതലാളിത്ത വരേണ്യവർഗം.